മഹേഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലല്ല, ഒരു ക്ഷേത്രത്തിലിരിക്കാനുള്ള അയാളൊരു ക്രിമിനലാണ്. ലീവിൽ നിന്നിട്ട് എൻ്റെ അഹോരാത്ര പ്രവർത്തനം കൊണ്ട് ഞാൻ ലീഗൽ ഫൈറ്റിൽ നിന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ വളരെ കൃത്യമായിട്ട് സിമൻ്റഡ് പ്രൂഫ് വെച്ച് എൻ്റെ പാനൽ ഓഫ് അഡ്വക്കേറ്റ്സിന് ഞാൻ ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ട് തെറ്റ് എന്നല്ലാതെ എങ്ങനെ പറയാൻ പറ്റും. അദ്ദേഹം കയറിയത് രാവിലെ കയറി 6:30 മണിക്ക് കയറിയിട്ട് 12 മണിയോളം തെഫ്റ്റിന് ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ എങ്ങനെ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഈ പാത്രം എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈ വന്നു? ഇന്ന് വരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ചരിത്രത്തിൽ അവിടെ ഒരു പാർട്ടി ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയായിട്ട് ഇങ്ങനെ ഒരാൾ പോലും, ഒരു സംഘടനക്കാരോ ഒരു ജീവനക്കാരൻ്റെ ഒരു പാർട്ടി സസ്വേതര ഭക്ഷണം നോൺ വെജിറ്റേറിയൻ അവിടെ കൊടുത്തിട്ടേ ഇല്ല. ശ്രീ ബാബുലു ശങ്കർ, ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വേറെ കുറേ സംഭവങ്ങളുണ്ട്. അത് ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ ഈ ഉദ്യോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒട്ടനവധി ആരോപണങ്ങൾ, ഇതിനകം വന്ന ഒരുപാട് ആരോപണങ്ങൾ. കാര്യം, ഒരു മഹാക്ഷേത്രമാണ്, നമുക്കറിയാം, ഭാരതത്തിലെ തന്നെ ഒരു മഹാക്ഷേത്രമായിട്ടാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ കഴിഞ്ഞ 9 വർഷമായി താഴികക്കുടങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആരോപണം. അത് ആരോപണം അല്ല, ഒരു സത്യമാണ്. കാര്യം, അതിൻ്റെ ദൃശ്യങ്ങൾ തത്വമയിലെ കൈവശം തന്നെ ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം. കാര്യം, കഴിഞ്ഞ 9 വർഷമായി ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇതിൻ്റെ താഴികക്കുടങ്ങളില്ല. ഇത് തുടങ്ങി അവിടുത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അവിടെ നടന്ന ഒരു തെഫ്റ്റുമായി ബന്ധപ്പെട്ട് വരെ ഒരുപാട് വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇതൊക്കെ ശരിക്കും ഈ പറഞ്ഞതുപോലെ പൊടിപ്പും തൊങ്ങലും വെച്ച കാര്യങ്ങൾ മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ വലിയ സത്യങ്ങളുണ്ടോ? ഇതിന് പിന്നിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. അതിന് മുമ്പേ ഞാൻ ആദ്യമായിട്ട് പറയുന്നു, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ആളല്ല. ഞാൻ ലീവിൽ നിന്നിട്ട് എൻ്റെ അഹോരാത്ര പ്രവർത്തനം കൊണ്ട് ഞാൻ ലീഗൽ ഫൈറ്റിൽ നിന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ വളരെ കൃത്യമായിട്ട് സിമൻ്റഡ് പ്രൂഫ് വെച്ച് എൻ്റെ പാനൽ ഓഫ് അഡ്വക്കേറ്റ്സിന് ഞാൻ ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മുന്നോട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കളുടെ ഈ ജുഡീഷ്യൽ എൻ്റെ ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ റിട്ടിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു താഴികക്കുടം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണ്, ചെമ്പിലുള്ള താഴികക്കുടം. അപ്പോൾ തന്നെ അതുകൊണ്ട് താഴികക്കുടം നിങ്ങൾ ഈ പറഞ്ഞ പോലെ 9 വർഷം വെക്കാത്തതിന് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് താഴികക്കുടം വെച്ചിട്ടില്ല. ഇതുപോലെ തന്നെ ഏകദേശം 4.5 കോടി രൂപയോളം പിരിച്ചിട്ടുണ്ട് ഇത് സ്വർണ്ണത്തിൽ പൂശാനായിട്ട്. 2.5 കോടി രൂപ രവിപിള്ള സാർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ, റാവിസ്. അപ്പോൾ അത് വിക്ഷസേന് ഇത് താഴികക്കുടം താഴ്വാരത്തിൻ്റെ പണി വിക്ഷസേൻ്റെ പുനർക്രമീകരിച്ച് ചെയ്യാനായിട്ട് പുനരുദ്ധാരണത്തിന് വേണ്ടി കുറേ പൈസകൾ പിരിച്ചിട്ടുണ്ട്. എമൗണ്ട് പലയിടത്തായിട്ടുള്ള ഭഗവാന്റെ പാദത്തിലിരിക്കുന്ന വിശ്വസേനാണ് അടുത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ പ്ലേസ് ചെയ്യും. അവിടെ നിന്നാണ് നമ്മൾ ദർശനം നടത്തുകയും മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വിശ്വസേനെ അവിടെ ഈ പിരിച്ചിരിക്കുന്നതിൽ ഈ തൃക്കോഷ്ടിയാർ എന്ന് പറയുന്ന മഠം അവിടുന്ന് എഴുതി കൊടുത്തിരിക്കുന്ന അവർ 1 രൂപയിൽ ഈ വർക്ക് അവർ തീർത്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് ഈ പണം പിരിച്ചിരിക്കുന്നത്? പണം പിരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ അതിനുവേണ്ടി എത്ര രൂപ പിരിച്ചിട്ടുണ്ട്? ഏകദേശം 25 to 29 lakhs പിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ അവർ സ്വരൂപിച്ച് ശരി അത് ചെയ്യുന്നില്ല, 1 രൂപയിലായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അതിൽ ആ പൈസ അതിനുവേണ്ടി മാത്രം ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിരിക്കുന്ന മെയിലും അതിന് തിരിച്ചു വന്നിരിക്കാനുള്ള പൈസയും എല്ലാം വിത്ത് ഡോക്യുമെൻറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്ര ആളുകൾ കൊടുത്തിട്ടുള്ള പൈസയും എന്താണെന്നുള്ളത് ഞാൻ ഡോക്യുമെൻ്റ് ഓരോരുത്തരുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരി, അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, ആ പൈസ ഉണ്ടെന്നാണ് പറയുന്നെങ്കിൽ എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് തിരിച്ച് ലെറ്റർ കൊടുത്തായിരുന്നോ, ഞങ്ങൾ ഈ പൈസ വെച്ചിട്ടുണ്ട്, മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് മാൽ അഡ്മിനിസ്ട്രേഷനായിട്ട് മാറും. അത് സെക്കൻഡ് തിങ്. അതിനുശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 4ഓളം വരുന്ന സാധനങ്ങൾ പുറത്തു പോയിരിക്കുന്നു. ഇതിൽ ചിലത് അകത്ത് വന്നിട്ടുണ്ട്, ഇത് ഞാൻ വേറെ ചില ചാനൽസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതാത് സെക്ഷൻ ഹെഡുകൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു അന്വേഷണത്തിന് പോകണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവണം. അതിൻ്റെ പേരിൽ നടപടിക്രമങ്ങളൊന്നും എടുക്കാതെ പോയിട്ടുള്ള വന്ന സാധനത്തിന് അപ്രൈസ് കിട്ടില്ല. അപ്പം അത് മാൽ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പം
അങ്ങനെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് മാനിഫെസ്റ്റേഷൻ മാത്രമേ അത് കണക്കാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് കൃത്യമായിട്ട് കുറച്ച് വാല്യുബിൾസ്, കുറച്ച് സാധനങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. അതിൽ ചിലത് വന്നതായിട്ട് പറയും. അതിൻ്റെ പേരിൽ എന്തുകൊണ്ടൊരു എൻക്വയറി നടന്നില്ല, എന്തുകൊണ്ടൊരു നടപടി എടുത്തില്ല, എന്തുകൊണ്ട് അതാത് സെക്ഷൻ ഹെഡുകളുടെ ലെറ്റേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഉരുളി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഉരുളിയുടെ എന്തുകൊണ്ട് ലെറ്റർ ഇപ്പോൾ കൊടുത്തു? ഉരുളി പോയതിന് പരാതി കൊടുത്തു. പരാതി കൊടുത്ത സമയത്ത് DCP പത്മനാഭ ക്ഷേത്രം കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്തു. അതിൽ ആളെ കണ്ടുപിടിച്ചു, അവരെ റിലീസ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അതിൽ കേസെടുത്തില്ല. അത് വേറെ. ഈ ഉരുളിയുടെ സംഭവത്തിൽ ശരിക്കും അത് എങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്? കാര്യം ഇത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു, വലിയ രീതിയിലുള്ള വാർത്ത വന്നു. കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഉരുളി കാണാതെ പോയിരിക്കുന്നത്. വലിയ വാർത്ത വന്നിട്ട് അവസാനം ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന. അല്ല, അതിനെക്കുറിച്ച് അത് വളരെ ഒരു വലിയൊരു പ്രശ്നമാണ്. പക്ഷെ അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ അല്ല. കാര്യം പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം. ആ തീരുമാനം അത്ര ശരിയായിരുന്നു എന്ന് പറയുന്നില്ല. കാരണം ആ തീരുമാനം അത്ര ശരിയല്ല. കാരണം ശരിക്കും നടന്നത് തെഫ്റ്റ് തന്നെയാണോ? തെഫ്റ്റ് എന്നല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹം കയറിയത് രാവിലെ കയറി 6:30 മണിക്ക് കയറിയിട്ട് 12 മണിയോടെ. തെഫ്റ്റിന് ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ എങ്ങനെ തളിപ്പാത്രം വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഈ പാത്രം എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈ വന്നു? അദ്ദേഹം എങ്ങനെ കൊണ്ടുപോയി? ശരി, അവിടെയുള്ള പൂവൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ച്. ഇതൊരു മഹാക്ഷേത്രമാണ്, വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രമാണ്. അപ്പോൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതൊക്കെയാണ് മനസ്സിലായത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ മുണ്ടിനകത്ത് വെച്ചിരിക്കുന്നതായിട്ട് അവർ കാണുകയും അത് ഇവർ കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ മുണ്ടിനകത്ത് വെക്കുമ്പോൾ തന്നെ ഇത് ഒളിച്ചു കടത്തലായി. ഇന്റൻഷനായി തെഫ്റ്റിന്റെ ഇന്റൻഷനാണ്. പിന്നെ എങ്ങനെ തെഫ്റ്റ് നടന്നിട്ടില്ല എന്ന് പറയും? അത് ഫോർട്ട് പോലീസിലെ അത് വലിയൊരു ദ്രോഹമാണ്. കാരണം അദ്ദേഹം ഇറങ്ങിപ്പോയത് അവിടെ വഴി തന്നെയാണ്, പടിഞ്ഞാറ് വഴി തന്നെയാണ്. പിന്നെ ഓട്ടോ പിടിച്ച് പോയും പിന്നെ ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് നമുക്ക് ഒന്നും അതുവരെ. പക്ഷേ അതുവരെയെങ്കിലും ഈ പരാതി കൊടുത്തതിൻ്റെ പിന്നിൽ. അപ്പം എൻ്റെ ചോദ്യം ഈ വിഷയത്തിലല്ല. മുൻകാലങ്ങളിൽ ഇതുപോലുള്ള പരാതി എന്ത് കൊടുത്തില്ല? അങ്ങനെയാണെങ്കിൽ DCP പത്മനാഭ ക്ഷേത്രം അന്വേഷിക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ പരാതികൾ കൊടുക്കാതെ അപ്പോൾ എന്തൊക്കെ പോയിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ കൂടെ വേറെ? അപ്പോൾ അങ്ങനെ ഒരു തെഫ്റ്റ് നടന്നിട്ട് ഇതിനെ ഒന്നുമില്ലാതാക്കി ഒതുക്കി തീർക്കുന്നത് ഇത് പോലീസിൻ്റെ താല്പര്യമാണോ, അതോ ഇത് മറ്റാരെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലത് അത് നമുക്ക് രണ്ടും പറയാൻ പറ്റില്ല. അതെങ്ങനെ ഞാൻ പറയും? എന്നെ സംബന്ധിച്ച് എനിക്ക് പോലീസിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, മേലോട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമേ എനിക്ക് കൃത്യമായിട്ട്. താങ്കൾ അവിടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എനിക്ക് അത്രേ ഉള്ളൂ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? അല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിൽ നിന്നും സുരക്ഷ അവിടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോൾസ് അവിടെ ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, പത്മനാഭസ്വാമി ക്ഷേത്ര സുരക്ഷ പോലീസ് അവരുടേതായ ലോ പ്രൊഫൈൽ എടുത്ത് അവർ വളരെ കൃത്യമായിട്ട്, സാധാരണ നമ്മൾ പുറത്ത് കാണുന്ന പോലീസുകാരെ പോലെയല്ല, അവിടെ വരുന്ന പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ അവർ ക്ഷേത്രത്തിന് അനുസൃതമായിട്ടുള്ളൊരു ജീവിതം അവരെടുക്കുകയും വളരെ ചിരിച്ച മുഖത്തോടു കൂടി ഭക്തജനങ്ങളോട് പെരുമാറുകയും മാത്രമല്ല അവർ ക്ഷേത്രത്തിന് അനുസൃതമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ വേറെ ഇപ്പം മഹേഷ് വന്ന് അല്ലെങ്കിൽ വേറെ നമ്മളെ പുറത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മളുടെ ക്ഷേത്രത്തിൽ വരുന്ന പോലെ അല്ല അവർ വരുന്നത്. ധാർഷ്ട്യത അഹങ്കാരത്തോടെ ഇവർ നേരെ തിരിച്ചാണ്. അവരവരുടെ പൊളൈറ്റ്നെസ്. അപ്പം പോലീസിൻ്റെ സ്വഭാവം അവിടെ കാണിക്കാറില്ല. കാരണം അത് അവർക്ക് ടെമ്പിളായതുകൊണ്ട് അവർക്ക് ക്ഷേത്ര മര്യാദകൾ പാലിച്ചിട്ട് അവരെല്ലായിടത്തും പോകും. അപ്പോൾ ഒരുപാട് അവർ ഒരുപാട് കാര്യങ്ങളിൽ ഭക്തജനങ്ങളല്ലേ വരുന്നത്. ഇതിപ്പോൾ സബ്ജിയല്ലല്ലോ. അപ്പോൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഒരുപാട് കുറച്ച് ഇതൊക്കെ അതവരുടെ ഒരു കുഴപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു സ്വഭാവത്തെ മുതലെടുക്കുന്നവരുണ്ട്. ആ സ്വഭാവത്തിനെ മുതലെടുക്കുന്നവരുണ്ട്. ഇപ്പോൾ പോലീസ് കാണുന്നത് അവിടെ വരുന്ന ഏതൊരു മനുഷ്യൻ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സെൻ്ററാണ്. ക്ഷേത്രം ടെമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനെ പരിവർത്തനം ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ബണ്ടി ചോറി ക്ഷേത്രത്തിൽ വന്നാലും അവർ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഭക്തനായിട്ടേ ഒരുത്തരം മാനസാന്തരം വന്നൂടെ? അല്ല, എങ്കിലും നമുക്കറിയാം അവിടെ ആധുനിക തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ 24/7 വർക്ക് ചെയ്യുന്ന ഒരു കൺട്രോൾ റൂം വരെ പ്രവർത്തിക്കുന്നുണ്ട് SP-യുടെ നേതൃത്വത്തിൽ. അപ്പോൾ ആ കൺട്രോൾ റൂം 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോൾ ഈ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന പോലീസുകാർക്ക് താങ്കൾ പറയുന്നത് പോലുള്ള മര്യാദകൾ പാലിക്കേണ്ടി വരും. പക്ഷേ നിരീക്ഷണ കണ്ണുമായിരിക്കുന്ന കൺട്രോൾ റൂമിൽ ഇരിക്കുന്നവർക്ക് ഇതെല്ലാം നിരീക്ഷിക്കാൻ കഴിയില്ലേ? എൻ്റെ ചോദ്യം അവിടെയാണ്. അല്ല, അങ്ങനെ നിരീക്ഷണത്തിലാണല്ലോ ഈ ഒരു സാധനം പോയെന്ന് പറഞ്ഞപ്പോൾ അവർ 48 മണിക്കൂർ അത് കണ്ടുപിടിച്ചത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് സരോജെ? പരാതി കൊടുക്കാത്തതാണ് പ്രശ്നം.
ക്ഷേത്ര അധികൃതരല്ലേ ഇതെല്ലാം മറയ്ക്കുന്നത്. ഈ മറയ്ക്കുന്നതല്ലേ ഉത്സവത്തിന് പോലും നടക്കുന്ന പല അനാചാരങ്ങളും അല്ലെങ്കിൽ അനിഷ്ടങ്ങളും മറയ്ക്കപ്പെടുകയാണ്. അവരെന്തുകൊണ്ട് ഇത് പുറത്ത് പറയുന്നില്ല? പോലീസ് എന്തിനാ ക്ഷേത്രത്തിന് ഇപ്പം ഞാൻ ചോട്ടെ, ചിക്കൻ ബിരിയാണിയുടെ കേസെടുക്കുക, ഏത് കേസായിക്കോട്ടെ, ഇവരിതിനെ മറയ്ക്കാൻ ഞാൻ ഈ ശ്രമിക്കും. ചിക്കൻ ബിരിയാണി വിവാദത്തിന്റെ കേസ് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. കാര്യം നമുക്കറിയാം വടക്കേ നട വഴിയാണ്, വടക്കേ നടയിലെ ബാരിക്കേഡ് വഴിയാണ് ഈ ഇവിടേക്ക് വരേണ്ടത്, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിലേക്ക് വരേണ്ടത്. പ്രത്യേകിച്ചും അവിടെയാണ് അത്യാധുനികമായ സ്കാനർ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഇടയ്ക്ക് ഒരു 2-3 മാസം ആ നട അടച്ചുകൊണ്ട് വലിയ പണി വരെ നടന്നിരുന്നു, ഇതൊക്കെ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. തിരുവനന്തപുരത്തുകാർക്ക് മൊത്തം അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതുവഴി ഒരു ചിക്കൻ ബിരിയാണി അല്ല വന്നിരിക്കുന്നത്, ബൾക്ക് ഓർഡറാണ് അവിടെ വന്നിരിക്കുന്നത് ഇത്രയും സ്റ്റാഫുകൾക്ക് വേണ്ടി. ഇന്ന് ചിക്കൻ ബിരിയാണി എങ്കിൽ നാളെ ഇത്തരത്തിൽ ആയുധങ്ങളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ അതുവഴി കടന്നു വന്നാലും ഇതാരും ചോദ്യം ചെയ്യാനില്ലേ എന്നുള്ളതാണ്. അത് 100% സത്യമാണ്. അതിന് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ചിക്കൻ ബിരിയാണി വരുമ്പോൾ അവരൊരു പക്ഷേ കൈ അടിച്ചിട്ട് ചോദിച്ചിട്ട് വേണം എവിടെ പോകുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ കാര്യാലയത്തിലേക്ക് പോവുകയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ കാര്യാലയത്തിൽ പറഞ്ഞാൽ അവരപ്പോൾ വിടും, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിൻ്റെ ഹെഡ് ചെയ്യുന്നത് D1 ആണ്. പോലീസ് അവിടെ തീർന്നു, പോലീസ് സംസാരിക്കില്ല. ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിരുന്നെങ്കിൽ, ഇതിൽ ജുഡീഷ്യറി സംവിധാനത്തിലല്ലെങ്കിൽ ഇത് നിർത്തി കാണിച്ച് എടുത്തിട്ടേ പോകുള്ളൂ. കാരണം ഇത് സുരക്ഷയുടെ പാളിച്ചയാണെന്ന് അവർക്ക് മനസ്സിലാവും. കാരണം ബോംബ് മാത്രമല്ലല്ലോ സുരക്ഷ പാളിച്ചെന്ന് പറയുന്നത്, ആചാരങ്ങൾക്ക് ബോംബെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ അപകടാവസ്ഥയിലുള്ളതാണ് ഒരു സുരക്ഷാ പാളിച്ച. 2, സസ്വേതര ഭക്ഷണം നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അത് റിച്വൽസ് ആൻഡ് കസ്റ്റംസിനെ ബാധിക്കുന്ന അടുത്ത ഒരു അപകടമാണ്, അതും സുരക്ഷാ പാളിച്ചയാണ്. ഇത് രണ്ടും ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് അവർക്ക് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അഡ്മിനിസ്ട്രേഷനിൽ എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ കാര്യാലയത്തിലേക്ക് വന്ന് ഏതൊരു നിങ്ങൾ പറഞ്ഞ നാളെ ഇയാൾ 2 തോക്കെടുത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ കൊണ്ട് ഓഫീസിലേക്ക്, ഇപ്പം ഞാൻ ചില വണ്ടികൾ കയറി വരുന്നു, അവിടെ ക്ലോസ്ഡ് ആണ്, വിടില്ല. എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഓഫീസിലേക്ക് പോവാണ്, വിടും. അവരവിടെ ചിന്തിക്കുന്നത് ഒരു കാര്യമുള്ളൂ, ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണോ എന്താണെന്നല്ല, ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരുടെ അണ്ടറിലാണ് ഇരിക്കുന്നത്? ഒരു ജുഡീഷ്യറി അണ്ടറിലാണ്. ബിക്കോസ് ദ ടെമ്പിൾ ഈസ് റണ്ണിങ് ബൈ എ ജുഡീഷ്യറി. അതാണ് വിഷയം. അത് കാര്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പോലീസിന് ചില സ്ഥലത്ത് നിർജ്ജീവമായിട്ട് അവർക്ക് പോലീസിൻ്റെ സ്വഭാവം അവിടെ കാണിക്കാത്തത്. അവരങ്ങനെ നിൽക്കുന്നത്, ആ ക്ഷേത്രത്തിനോടൊപ്പം നിന്ന് അതിനെ ഒന്ന് ഇത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതാ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്, സുരക്ഷ എങ്കിലും അതിനകത്ത് വേറെ കുറേ ഇതുണ്ട്. അത് ക്ഷേത്രമായതുകൊണ്ട് മാത്രം. പിന്നെ മാത്രമല്ല ഇതിനകത്ത് വരുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. സെൻട്രലുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. ഇതിനകത്ത് അഡ്വൈസറിയിൽ വരുന്ന സ്റ്റേറ്റ് ജഡ്ജുണ്ട്, റിട്ടയർഡ് സ്റ്റേറ്റ് ജഡ്ജുണ്ട്, പിന്നെ IAS ഉണ്ട്, പിന്നെ ഒരു D1 ഉണ്ട്. ഇത്രയും പിന്നെ ഒരു തമ്പുരാൻ്റെ മഹാരാജ തിരുമനസിൻ്റെ നോമിനിയുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ബൃഹത് സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ ഒരുപാട് അനന്തരവന്മാരുള്ളവർ ഈ വെള്ളം ഇറങ്ങി ചാവാറില്ല. ഈ പത്മനാഭ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അതാണ്. കാര്യം പറയാനാണെങ്കിൽ എല്ലാ പദവിയിലും എല്ലാ പോസ്റ്റുകളിലും ആളുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ചും 2011 ശേഷം അവിടുത്തെ സംവിധാനങ്ങളൊക്കെ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയൊരു ഗതികേടെന്ന് പറയേണ്ടി വരും. ഈ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ പോലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നാടാണ്. നമ്മുടെ വടക്ക് മുഴുവൻ അദ്ദേഹം കൊള്ളയടിച്ച് ക്ഷേത്രങ്ങളൊക്കെ കൈയടക്കിയപ്പോഴും ഈ പത്മനാഭൻ്റെ നാട്ടിൽ കാലുകുത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാതങ്ങൾക്കപ്പുറത്ത് വെച്ച് അദ്ദേഹത്തെ തിരിച്ചോടിക്കുന്ന ചരിത്രമായിരുന്നു ഉള്ളത്. വലിയൊരു എന്നിട്ട് പോലും സെന്ററാണത്. അതെ, എന്നിട്ട് പോലും ഇത്രയും വലിയൊരു ക്ഷത്രിയ സ്വഭാവത്തിൽ കിടക്കുക, ആരും പറയുന്ന പോലെ കിടക്കുന്നു അങ്ങനെ ക്ഷത്രിയ സ്വഭാവത്തിലുള്ള ഭഗവാനാണ്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള കാര്യം ഉണ്ടെങ്കിലും ആദ്യം ഒരു ക്ഷമ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ദണ്ഡനം, അത് കഴിഞ്ഞ് ഉടനെ തന്നെ എത്രയോ പേർക്ക് അത് സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഒരു തെറ്റുകുറ്റം ചെയ്തു വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ ഭഗവാനെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരുപക്ഷെ നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിനകത്ത് കൃത്യതയുണ്ടോ അതെല്ലാം പുറത്തു കൊണ്ടുവരും. ഇത്ര പേര് എതിർത്ത് നിന്നാലും എന്തൊക്കെ ചെയ്താലും പറയുന്നതിനൊരു സത്യത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നതെങ്കിൽ അതങ്ങനെ തന്നെ പുറത്തു വരും. അതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും പേര് എതിർത്തില്ലേ ചിക്കൻ ബിരിയാണിയുടെ കാര്യത്തിൽ? എന്തെല്ലാം തരത്തിലുള്ള പേരുദോഷങ്ങൾ എന്നെ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ എടുത്തു നമ്മൾ എന്നിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പിടിച്ചു നിർത്താൻ സാധിച്ചോ? ഇല്ല, വേറെ ആരുടെയും സപ്പോർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളിതിനെ ഒന്നും ചെയ്യല്ലോ. ഇത് കൃത്യമായിട്ടുള്ള വഴികളിലൂടെ അത് പോയി. ആ സമയത്ത് തന്നെ തിരുപ്പതി ഭഗവാൻ നമ്മളെ അതിനു വേണ്ടി സഹായിച്ചു, ഗുരുവായൂരപ്പൻ സഹായിച്ചു. മഹാക്ഷേത്രങ്ങളിലല്ലാതെ അതേ സമയത്ത് മഹാക്ഷേത്രങ്ങളെല്ലാം സംഭവിച്ചു. തിരുപ്പതി സംഭവിച്ചു, ഗുരുവായൂർ സംഭവിച്ചു, ഇതൊന്നും.
ഇതുപോലെ തന്നെയാണ് ഈ സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഉരുളി പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓരോ ചാനലുകളും വന്ന് സംസാരിക്കുന്നത്. അപ്പം എന്തോ ഒരു കാര്യം ഭഗവാൻ അവിടെ തെളിയിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം ഒരു അന്വേഷണം അവിടെ വരിക, അതോടുകൂടി എൻ്റെ ലീഗൽ ഫൈറ്റ് ഞാൻ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ഒരു സംശയമുണ്ട് ഈ ബി നിലവറയെക്കുറിച്ച്. ഇനിയും അത് ഒരു സമസ്യയായി തുടരുകയാണ്. ബി നിലവറ തുറക്കണമോ വേണ്ടയോ? ഉത്തരം നൽകാൻ ഇതിന് വലിയൊരു വിദഗ്ധ സമിതി ഉണ്ടായി. സമിതിക്കും കഴിയുന്നില്ല, ഈ പറയുന്ന തലപ്പത്തിരിക്കുന്ന ജുഡീഷ്യറിക്കും കഴിയുന്നില്ല, ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ രാജകുടുംബത്തിനോ ആർക്കും ഇതിനൊരു മറുപടി തരാൻ കഴിയുന്നില്ല. എന്താണ് ശരിക്കും ഈ ബി നിലവറ തുറക്കുന്നതിലുള്ള ഒരു സാങ്കേതിക തടസ്സം? അങ്ങനെ തുറന്ന് അത് പരിശോധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുമോ? അതിനെക്കുറിച്ച് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ കമ്മിറ്റിക്ക്, ഈ പെർമനൻറ്റ് കമ്മിറ്റിക്ക്, അതായത് ഇൻ്ററിംഗ് കമ്മിറ്റി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പെർമനൻറ്റ് കമ്മിറ്റിക്ക് അവർക്ക് ബി നിലവറ തുറക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അധികാരമുണ്ട്, അവർക്ക് തുറക്കാം, വേണമെങ്കിൽ തുറക്കാം. ബാക്കി എല്ലാം അവരുടെ ഡിസ്ക്രിഷനാണ്, തുറക്കണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ പണ്ട് ബി ഭരതകോൺ നിലവറ തുറന്നു എന്ന് വിനോദ് റോയ് സാറിൻ്റെ റിപ്പോർട്ടിൽ, ഓഡിറ്റ് റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിച്ചതിൽ ഞാൻ കണ്ടതാണ്. അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇറ്റ് വാസ് ഓപ്പൺഡ് ഇൻ 1998 to 2002 7 times എന്നാണ് എഴുതിയേക്കുന്നത്. 7 പ്രാവശ്യത്തോളം തുറന്നിട്ടുണ്ട്. അല്ല, അപ്പം അങ്ങനെ 7 പ്രാവശ്യം തുറന്ന ഒരു നിലവറ ഈ 8ാമതൊരിക്കൽ തുറന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അതെനിക്കറിയില്ല. അതുകൊണ്ട് തുറക്കുന്നുകൊണ്ട് എന്താണ് തെറ്റെന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ചോദ്യമാണത്. അതൊരു ചാനലിൽ നിന്ന് ചോദിക്കേണ്ട കാര്യമല്ല. വ്യക്തിപരമായിട്ട് ഞാൻ താങ്കൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണ് ഇതിനകത്തുള്ള ഒരു മിസ്റ്ററി? ഒരുപക്ഷെ ഏ നിലവറ തുറന്നപ്പോൾ ഉണ്ടായ കുറച്ച് ദുരന്തങ്ങളുണ്ടല്ലോ, ചില പ്രശ്നങ്ങളുണ്ടല്ലോ. സുന്ദരരായ സാർ മരിക്കുന്നു, അല്ലെങ്കിൽ CS രാജൻ സാറിൻ്റെ കാല് മുറിയുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് അവിടെ തന്നെ ആ പശു മരിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഭഗവാന്റെ സ്വത്ത് പുറത്തുള്ളവർ കാണാൻ പാടില്ല എന്നുള്ള ഒരു സങ്കല്പം, ആ സങ്കല്പത്തിൻ്റെ പുറത്ത് അല്ല, അത് വിശ്വാസത്തിൻ്റെ പുറത്ത് വിശ്വാസം. അതെ, കോടതി വിശ്വാസിയുടെ അവിശ്വാസിയുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ റൂമിനകത്ത് എന്തുണ്ട് എന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു വിഷയം വന്ന് കിടക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ സംബന്ധിച്ചുണ്ട്. ബി നിലവറയിലേക്ക് പോവാനോ ബി നിലവറ കേൾക്കുമ്പോഴോ ഒരു ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഭയക്കുകയാണ്. നിലവറ തുറന്നാൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, ഇങ്ങനെ. പക്ഷെ കോടതി ഈ 2 കാര്യത്തിലും നിൽക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ തുറക്കുക, ഇൻവെൻറ്റിഗേഷൻ എടുത്ത് കാത്തു സൂക്ഷിക്കുക. അതുകൊണ്ട് തെറ്റൊന്നുള്ളതായിട്ടല്ല. പിന്നെ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ രാജകുടുംബവും മറ്റു എല്ലാവരും കൂടെ ഇത് ആലോചിച്ച് ഭഗവാന്റെ തീരുമാനം, ഇതിനൊക്കെ അപ്പുറം പത്മനാഭസ്വാമിയുടെ എന്ത് തീരുമാനമുണ്ടോ ആ തീരുമാനം അനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം. ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ജുഡീഷ്യറിക്കും അപ്പുറം ദേവപ്രശ്നത്തിന് അതും ഒരു നിയമസാധ്യത ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും വിശ്വാസികളുടെ ഒരു അംഗീകാരമാണ്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോയാൽ ഇത് തുറക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ദേവപ്രശ്നത്തിൽ പോയി അത് കൃത്യമായിട്ട് അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആയിരിക്കില്ല. ഇത് ഒരുപക്ഷെ കോടതി എടുക്കുന്ന ഒരു തീരുമാനം ഇപ്പോഴത്തെ ഭരണസമിതിക്ക് അത് ഒരുപക്ഷെ ദേവപ്രശ്നം നോക്കിയെടുത്തിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവരുടേതായ തീരുമാനത്തിലേക്ക് പോകാം. അതിന് എന്തായാലും എല്ലാ കാര്യത്തിനും നട്ടലുള്ള ഒരു ഭരണസമിതി വരണം. ഇതല്ലെങ്കിൽ ഈ ഭരണസമിതി സംവിധാനം ഇത് അമ്പലത്തിൽ ഈ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ഈ ഭരണസമിതി സംവിധാനം അവസാനിപ്പിച്ച് പത്മനാഭദേവസ്വം വരണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. എന്താണ് ഈ ദേവസ്വം കൊണ്ട് താങ്കൾ വിഭാവനം ചെയ്യുന്നത്? മഹാക്ഷേത്രങ്ങളെല്ലാം തിരുപ്പതി ദേവസ്വമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിട്ടുണ്ട്. മഹാക്ഷേത്രങ്ങളെന്നും അതിൻ്റേതായ ഒരു പരിഭാവനയോടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാവാൻ പാടില്ല. പൊളിറ്റിക്സ് ഇല്ലാതെ ഭഗവാനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായിട്ടുള്ളവരുടെ ഒരു സംവിധാനത്തിൽ അത് കെട്ടുറപ്പോടുകൂടി നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് അതിനെ വിഭാവനം ചെയ്തെടുക്കുന്നത്. പല സ്ഥലത്തും കണ്ടതും അങ്ങനെയാണ്. ഇത് സാധാരണ ക്ഷേത്രം അല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രം ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും, ചാനലായിക്കോട്ടെ, ജീവനക്കാരായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഭക്തജനങ്ങളായിക്കോട്ടെ, സഹസ്രകോടി കൈകൾ കൊണ്ട് ഇതിനെ ഉയർത്തിയെടുത്ത് മുകളിലോട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് കിട്ടേണ്ട പ്രിവിലേജ് ഇന്നും കിട്ടില്ല. ഭഗവാൻ ധനികനാണെന്ന് പറഞ്ഞ ആളുകൾ
ഒരുപക്ഷെ സ്വർണം കാണാനായിട്ട് കുതിച്ച് കയറുന്നതല്ല ഞാൻ പറയുന്നത്. കാരണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പം വടക്കേ നടയിൽ കൂടെ ദർശനം വെച്ചു, ഇന്ന് വടക്കുമല്ല തെക്കുമല്ല, രണ്ടിടത്തൂടെയും പോവാണ്. എവിടെ വഴി പോകണമെന്ന് പറഞ്ഞു. ഇതിൽ ഇപ്പോൾ സനോജ് പോയി കഴിഞ്ഞാൽ 3 മിനിറ്റിനകത്ത് തൊഴുതിട്ട് വരും, വേറൊരാൾക്ക് തൊഴാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്നവർ ഈ ദർശനം മാറ്റിയ സമയത്ത് ആരോട് ചോദിച്ചിട്ടാണ് ഇവരിത് ചെയ്തത്? ഇത് പ്രിയർ അപ്പോളിൽ വാങ്ങിക്കണമെന്ന് വ്യക്തമായിട്ടുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഈ പറയുന്ന ഇതുപോലുള്ള മാറ്റേഴ്സിൽ, പ്രത്യേകിച്ച് പോളിസി മാറ്റേഴ്സ്, ഈ പറയുന്ന ഭക്തജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മഹാരാജ തിരുമനസ്സുമായിട്ട് ചോദിച്ച് പ്രിയർ അപ്രൂവൽ എടുക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ടിൽ 500 രൂപ വെച്ചു, അതും എടുക്കണമെന്നുണ്ട്. ഇപ്പം ഞാനിത് കഴിഞ്ഞ 2 വർഷമായിട്ട് പറയുന്നതുകൊണ്ട് ഈ മഹേഷ് പല അഭ്യാസവും കാണിക്കും. വേണമെങ്കിൽ പോയി ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ഇതിൻ്റെ അപ്രൂവൽ ഇപ്പോൾ പോയി വാങ്ങിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. മഹേഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലല്ല, ഒരു ക്ഷേത്രത്തിലിരിക്കാനുള്ള അയാളൊരു ക്രിമിനലാണ്. അയാൾ യാതൊരു തർക്കമില്ലാത്ത മനുഷ്യനാണ്, എന്തായാലും ഇമ്മോറലായിട്ടുള്ള ഒരാളാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി, ഈ ക്ഷേത്രം ഈ പറഞ്ഞതുപോലെ കണ്ണീർ കടലിൽ നിന്നും വീണ്ടും പാൽക്കടലായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഭഗവാന് ഊർജ്ജവുമൊക്കെ തന്ന് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഭക്തജനങ്ങളോടും ഒപ്പവും ജീവനക്കാരോടൊപ്പവും തന്നെയാണ്. ക്ഷേത്രവും പത്മനാഭസ്വാമിയും, മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. നമസ്കാരം. നമസ്കാരം.